ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പാർട്ടി നേതാവിൻ്റെ രോദനം എന്ന് തന്നെ പറയാം ഹെഡിങ്. കാരണം അതൊരു രോദനം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഒരു സമിതിയുടെ അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ ഒരു കമ്മിറ്റിയുടെ ഡയറക്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ ഒരു നേതാവിനെ തന്നെ നമുക്ക് എടുക്കാം. പോട്ടെ, ഞാനൊരു വഴിയോര കച്ചവടത്തിൻ്റെ ഒരു ചെറിയൊരു നേതാവാണ്. എൻ്റെ അവസ്ഥ തന്നെ എടുക്കാം, അല്ലെങ്കിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ തന്നെ എടുക്കാം. നമ്മളൊരു കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി നമ്മളെ പറഞ്ഞിട്ട് നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ആ രൂപീകരണം സ്റ്റാർട്ട് ചെയ്യുന്ന ആ നിമിഷം മുതൽ നമ്മൾ ചിലപ്പോൾ ഒരു കൂലിത്തൊഴിലാളിയായിരിക്കാം, വഴിയോര കച്ചവടത്തിൻ്റെ അല്ലേ. അപ്പം നമ്മൾ തെരുവോരങ്ങളിൽ ഇരുന്ന് ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു തൊഴിലാളി തന്നെയാണ്. ആ ഒരു തൊഴിലാളിയെ വിളിച്ച് നമ്മളൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരണം പറയുമ്പോൾ നമ്മൾ ആ പാർട്ടിയുടെ നടത്തിപ്പിനായിട്ടും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തനങ്ങളിൽ നല്ലവണ്ണം ആക്റ്റീവായിട്ട് നമ്മളവിടെ പാർട്ടി രൂപീകരണമൊക്കെ നടത്തും. അതുപോലെ തന്നെ കമ്മിറ്റി രൂപീകരണമൊക്കെ നടത്തും. കമ്മിറ്റി രൂപീകരണത്തിലൂടെ പിന്നെ യൂണിറ്റ് രൂപീകരണങ്ങൾ നടത്തും. അങ്ങനെ യൂണിറ്റ് രൂപീകരണങ്ങളിലൂടെ നമ്മൾ ഒത്തിരി മെമ്പർഷിപ്പുകൾ ചേർക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തിനൊക്കെ നമ്മൾ സമ്മേളനവും കൺവെൻഷനൊക്കെ വെക്കുമ്പോൾ എത്ര രൂപയുടെ കൈനഷ്ടമാണ് ഈ ഒരു ചെറിയൊരു പാർട്ടിയുടെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ നേതാവായിട്ട് എടുത്ത ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്നതെന്നറിയും. നമ്മളെ പാർട്ടി ഒരുപാട് ചുമതലകൾ ഏൽപ്പിക്കും. പ്രവർത്തന ഫണ്ട്, അതുപോലെ നമ്മളെ പാർട്ടിയെക്കുറിച്ചുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകളും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി മെമ്പർഷിപ്പുകൾ അടയ്ക്കേണ്ട അങ്ങനെ ഒത്തിരി ഭാരവാഹിത്വമൊക്കെ നമുക്ക് തരും. ആ തരുമ്പോൾ നമ്മളെല്ലാം തൊഴിലാളിയെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മെമ്പേഴ്സിനെ കണ്ടിട്ടോ എല്ലാം പിരിച്ചെടുക്കുന്ന ക്യാഷായിരിക്കില്ല. കാൽ ഭാഗം പിരിവിലൂടെയും കിട്ടും, മുക്കാൽ ഭാഗവും ഇതിൻ്റെ നേതൃത്വം ചമയുന്നവർ അല്ലെങ്കിൽ നേതൃത്വം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നവരുടെ വയറ് ഇറുക്കി കെട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് സംഭരിച്ചുണ്ടാകുന്ന ക്യാഷുകളായിരിക്കും നമ്മൾ കൊണ്ട് അടയ്ക്കുന്നത്. കാരണം നമുക്ക് ആ പാർട്ടി എത്രത്തോളം വാല്യൂ ഉണ്ട്, അതോടൊപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തെയും അനുകൂലിച്ചായിരിക്കും നമ്മൾ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷ് ഇട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ശകലം താഴ്ന്നിങ്ങനെ വരികയാണെങ്കിൽ, പ്രവർത്തനങ്ങളിലേക്ക് താഴ്ന്നു വരികയാണെങ്കിൽ അവിടെ നമ്മളെ അവഹേളിക്കുന്ന രീതിയിലോ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സംസാരം നമ്മൾ പാർട്ടിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ. നമ്മുടെ വീട് പട്ടിണിക്കിട്ടിട്ടായിരിക്കാം നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭാവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നമ്മൾ പാർട്ടി നേതാവായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ നേതാവായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുന്നവർ സാധാരണക്കാരാണ്, ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരവരുടെ വീടുകളെ പട്ടിണിക്കിട്ടിട്ട് പോലും ഈ പ്രവർത്തനങ്ങളിൽ ശക്തരായിരിക്കും. അവരിറങ്ങി വരുമ്പോൾ അവരുടെ വീട്ടിലുള്ള ബന്ധുക്കൾ എന്നെ ചോദിക്കും, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന്. എന്തിന്? നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ആ തൊഴിലാളികൾ എന്നെ നമ്മളോട് പറയും, നിങ്ങൾ നേതാക്കന്മാർ ചമഞ്ഞ് നടക്കുകയില്ലേ, നിങ്ങൾക്ക് ഇതിലൊരു ലാഭം ഇല്ലാതെയാണോ എന്ന്. ഇന്ന് ഇതുവരെ 1 രൂപ എടുത്ത് പെട്രോൾ അടിക്കാൻ നമ്മൾ അതിൽ നിന്ന് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഈ തൊഴിലാളികളിൽ നിന്നോ നമ്മൾ ഈടാക്കിയിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വയറ്റത്ത് അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മൾ കമ്മിറ്റിയെ സ്നേഹിക്കുന്നതുകൊണ്ടും അതിൻ്റെ രൂപീകരണത്തിനുമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത, നമ്മൾ ഏതിൻ്റെ കീഴിൽ നിന്നാണോ പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും നമ്മളെ വീടിൻ്റെ അരവയറ് മുറുക്കിയിട്ടാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനേ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പറഞ്ഞു വരാൻ കാരണം ഇന്നലെ ഞാൻ നമ്മുടെ 2 നേതാക്കന്മാരുടെ സംഭാഷണം ശ്രദ്ധിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരും അത് ചിന്തിച്ചു തുടങ്ങി. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ നമ്മൾ പാർട്ടി പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന തൊഴിലാളികൾ
അവരും കൂലി തൊഴിലാളികളല്ലേ, അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ അവരുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണം എന്ന് 2 പാർട്ടി നേതാക്കൾ ഇന്ന് സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം ഞാൻ അതുകൂടെ ഒന്ന് ഇട്ടുതരാം. അപ്പോഴേ നിങ്ങൾക്ക് അത് പൂർത്തീകരണം ആവുള്ളൂ. അത് അങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു. അത് നമ്മുടെ പാർട്ടിക്കേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ. ഒരിക്കലും മറ്റൊരു പാർട്ടിക്ക് പറ്റത്തില്ല. ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പോരായ്മകൾ ഞങ്ങൾ നേതാക്കന്മാര് അംഗീകരിക്കുന്നുണ്ട്. അത് തിരുത്താനൊരു ശ്രമം നടത്തും എന്നവർക്ക് ബോധ്യം ഉണ്ടാവുമ്പോഴാണ് പഴയ ആവേശത്തിൽ എല്ലാവരും ഇറങ്ങുന്നത്. അതായത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു 3 വർഷത്തെ ടേം കഴിയുമ്പോഴത്തേക്കും അയാൾ കടക്കാരനാകുന്ന എന്നൊരവസ്ഥ. അയാൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്നില്ല. പാർട്ടിയുടെ പരിപാടി, സർക്കാരിൻ്റെ പരിപാടി, LDFന്റെ പരിപാടി, ഈ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് പിന്നെ അതിന് പുറകെ പിരിവ്, ഇത് അവർക്ക് എന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രശ്നമില്ല. ഇത് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഇത് ഒരു താങ്ങാനാവാത്ത ഭാരം. കാരണം ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് പണിക്ക് പോകാൻ ആത്മാർത്ഥം നിന്നാൽ പണിക്ക് പോകാതെ അദ്ദേഹം എങ്ങനെ കുടുംബത്തെ പുലർത്തുന്നത്? അപ്പോ ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രവർത്തനത്തിൽ വരാത്തവരെല്ലാം കള്ളത്തരം കാണിക്കുന്നു പറയില്ല. വെച്ചാല് CPMന്റെ പാർട്ടി മെമ്പർഷിപ്പിൽ ഭൂരിപക്ഷം പേരും കൂലിവേലക്കാരാണെന്ന്. വേജ് ലേബറേഴ്സ്. അവർക്ക് എത്ര വരുമാനം ഒരു ദിവസം കിട്ടുന്നത്? എല്ലാ ദിവസവും പണിയില്ല. ആ പണിയുള്ള ദിവസം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അതെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് ബേസിക്കലി ഇന്നും CPM എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ കേരളത്തിലെ പാവപ്പെട്ടവർ, ഇടത്തരക്കാർ പോലും ഇല്ല. അതിൻ്റെ വർഗഘടനയൊക്കെ നമ്മുടെ കണക്കുകളിൽ കിട്ടും കേട്ടോ. മഹാഭൂരിപക്ഷം കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ്. അവർ വലിയ ത്യാഗം സഹിച്ചാണ് ഇത്തരം പണിയൊക്കെ ചെയ്യുന്നത്. അപ്പം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പെരുമാറ്റങ്ങളും രീതികളും കാണുമ്പോൾ വലിയ സങ്കടം വരുന്നത് സാധാരണ പ്രവർത്തകർ. അതുകൊണ്ട് ഞങ്ങൾ നേതാക്കന്മാരൊക്കെ പരിശോധിക്കേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനത്തിൽ ഇങ്ങനെ ഇവർക്ക് സങ്കടം വരുത്തുന്നവരൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ. ഞാനത് ജേക്കബിനോട് ഇപ്പം ഇരുന്നിങ്ങനെ പറയണല്ലാട്ടാ, ഞാൻ പൊതുയോഗത്തിൽ പറയുന്നത്. പൊതുയോഗത്തെ ഞാൻ സംസാരിക്കും എവിടെയാണെങ്കിലും ഞങ്ങളെ കുറിച്ച് നന്നാകുന്നുണ്ട്, ഞങ്ങൾ നന്നാവുന്ന ഉറപ്പ് വരികയാണ്. അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ മെയ്ഡ് ടു ഡിഫെൻഡ് ഇൻഡിഫെൻസിബിൾ. ആരുടെ? നിങ്ങളുടെ ടോപ്പ് ലീഡർഷിപ്പിന്റെ കാര്യങ്ങൾ, ഇൻഡിഫെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചായക്കടയിൽ വായനശാലയിൽ അവർ സോ അവർക്ക് തോന്നണം ഇങ്ങനെയുള്ള പോരായ്മകൾ ഞങ്ങൾ നേതാക്കന്മാര് അംഗീകരിക്കുന്നുണ്ട്, അത് തിരുത്താനൊരു ശ്രമം നടത്തും എന്നവർക്ക് ബോധ്യം ഉണ്ടാവുമ്പോഴാണ് പഴയ ആവേശത്തിൽ എല്ലാവരും ഇറങ്ങുന്നത്.